വരാൻ പറഞ്ഞു അങ്ങോട്ടല്ലേ നല്ല ഓഫീസ്, ചിലപ്പോൾ കാശ് കിട്ടിയാലല്ലടാ പുള്ളിയായിരിക്കും. സാറേ വാ. വരൂ. നമസ്കാരം സാർ, ഞാൻ ജോർജ്. ശ്രീകാന്ത്. ഞാൻ സുഗണൻ. ഇരിക്കും. എന്താ പടത്തിന്റെ പേര്? ഇട്ടിട്ടില്ല. നല്ല പേര്. എന്താ സബ്ജക്റ്റ് അപ്പോ? ഫാമിലി ഡ്രാമയാണ്. ഓ, അപ്പൊ എത്ര നാളായി തുടങ്ങിയിട്ട്? അല്ല, ഒരു സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുമ്പോ കുറെ നാളത്തെ ശ്രമഫലമായിട്ടാണല്ലോ റെഡി ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. അത് ചേട്ടാ, ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് താലോലിച്ച് ഓമനിച്ച് ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റാണ്. ഇദ്ദേഹമാണ് ഡയറക്ടർ. പിന്നെ സിനിമ എന്ന് പറയുമ്പോ ഒന്നെങ്കിൽ നമ്മളെ ചിരിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കണം. റൈറ്റ്? അതിനുവേണ്ടിയുള്ള ചേരുവകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഞങ്ങളുടെ മുതലാളി രാഘവൻ സാർ സബ്ജക്റ്റ് ഇഷ്ടപ്പെടാതെ ആർക്കും ഫൈനാൻസ് ചെയ്യാറില്ല. നിങ്ങളെ പുള്ളിക്ക് വളരെ വിശ്വാസമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഫൈനാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തത്. അല്ല, അപ്പൊ ഈ പുള്ളിക്കാരൻ സ്ഥിരം സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണോ? ആണോന്നാ? മിക്ക മലയാള സിനിമയ്ക്കും ഫണ്ട് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഇവിടെ വന്ന് കാശ് മേടിക്കാത്ത ഒരു പ്രൊഡ്യൂസർമാരും മലയാളത്തിലില്ല. രാഘവൻ സാറിന് നിങ്ങളെന്തോ കാര്യമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഈ ഫോർമാലിറ്റീസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അല്ല, പുള്ളിയുടെ പേര് രാഘവൻ, സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞത്. സിദ്ധാർത്ഥൻ പുള്ളിയുടെ റൈറ്റ് ഹാൻഡ്. പുള്ളി അറിയണം രാഘവൻ സാർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. അല്ല, ആരാ നായിക? ഹോളിവുഡിൽ സണ്ണി ലിയോണിനെയാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. കിട്ടിയ പൊളിക്കും. കിട്ടാനാ പാട്. എന്ത് കിട്ടാനാ പാട്? അപ്പോ ആരാ നായകൻ? ആസിഫ് അലി, ടോവിനോ, അങ്ങനെയൊക്കെയാ പ്ലാൻ നടക്കുന്നത്. ഓ, അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾ റെഡിയാക്കി കഴിഞ്ഞു അല്ലേ? അതെ അതെ. അല്ല, സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്നത് എന്താണോ അതനുസരിച്ചിട്ട് അങ്ങ് ഫിക്സ് ചെയ്യാ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഈ കാശ് മുടക്കി തിയേറ്ററിൽ വരുന്നവർക്കും നമ്മളെന്തെങ്കിലും നയനസുഖങ്ങൾ കൊടുക്കണ്ടേ? എന്നാലല്ലേ വീണ്ടും വീണ്ടും പടം കാണാൻ വരത്തോളൂ. വെറുതെ അല്ല രാഘവൻ സാറ് ഒന്നും കാണാത്ത കാശ് എടുത്തു തരുന്നത്. നിങ്ങളുടെ പക്വത കണ്ടുകൊണ്ട് തന്നെയാ. കൊള്ളാം. എന്തായാലും നന്നായി വരട്ടെ. സന്തോഷം. പിന്നെ ഞാൻ നന്നായി അഭിനയിക്കും. കുറച്ച് ഷോർട്ട് ഫിലിമിലും ആൽബത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സിനിമയില് എനിക്കൊരു ചാൻസ് തരണം. ചേട്ടാ, ചേട്ടന് പറ്റിയ ക്യാരക്ടർ വരുമ്പോൾ ഉറപ്പായിട്ടും വിളിക്കാം. ചേട്ടന്റെ ആഗ്രഹങ്ങൾ ഞങ്ങൾ സഹായിച്ചു തരും. താങ്ക് യു. അല്ലാതെ ഈ അഡ്വാൻസിന്റെ കാര്യം? ഓ, അത് ഞാൻ മറന്നു. ഈ കവാത്ത് മറന്നപ്പോ സായിപ്പിനെ കണ്ട പോലെ അല്ലേ? എന്താ പറഞ്ഞേ? അത് മൈൻഡാക്കണ്ട. ഇതാ, നിങ്ങൾക്കുള്ള 10 ലക്ഷം ഇതിലുണ്ട്. കൂടാതെ ഒരു 40 ലക്ഷം കൂടി ഉണ്ട്. എന്ന് വെച്ചാ 50 ലക്ഷം. 50 ലക്ഷം? 40 ലക്ഷം വേറെ സിനിമക്കാർ വന്ന് വാങ്ങിച്ചോളും. അവര് വന്ന് മേടിക്കും. പിന്നെ വഴിയുണ്ട്. അതിനു മുമ്പായി അവരുടെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ ഇട്ട് തന്നേക്കാം. അത് പിന്നെ 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കൊണ്ട് സൂക്ഷിക്കാനായിട്ടാ. അതല്ല, ഞങ്ങളുടെ പൈസ ഞങ്ങൾ ഇതിൽ നിങ്ങൾ ഒഴിവാക്കുക. അതൊന്നും എനിക്കറിയില്ല. നിങ്ങളെ ഏൽപ്പിക്കാൻ ബോസ് പറഞ്ഞു. നിങ്ങള് ബോസിന്റെ വേണ്ടപ്പെട്ടവരാന്നാ പറഞ്ഞത്. ചേട്ടാ, ഞങ്ങളെ കുറിച്ച് വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? വേറെന്ത് പറയാ? അല്ല സാറേ, ഞങ്ങൾ ഈ കാശും കൊണ്ട് കടന്നു കഴിഞ്ഞാൽ സാറൊക്കെ എന്ത് ചെയ്യും? അല്ല, ഒരു അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ക്യൂരിയോസിറ്റി നിങ്ങളുടെ വിധി. നിങ്ങളുടെ സിനിമ തുടങ്ങുമ്പോ ഇതുപോലെ വേറൊരാള് അവിടെ പൈസ കൊണ്ടുവന്നു തരും. അത്രേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് പറയാറുമില്ല. ഇപ്പൊ മനസ്സിലായി. ഒരു പരസഹായം. ഞങ്ങളിപ്പോ സിനിമ ചെയ്യുമ്പോ അതുവഴി മറ്റൊരു സിനിമയ്ക്കും നമ്മൾ വഴി നൈസായിട്ട് കാശ് കൈമാറുക. കാഞ്ഞ ബുദ്ധിയാണ്ടാ. ചേട്ടാ, ആ ബോസിന്റെ ശരിക്കുള്ള പേരെന്താ? രാഘവൻ സാറ്. ഞാൻ പറഞ്ഞില്ലേ? പിന്നെ ഈ കീറിയ നോട്ടിന്റെ മറുഭാഗം മറ്റൊരാൾ കൊണ്ടുവരും. അയാളുടെ മാത്രമേ നിങ്ങൾ കാശ് കൊടുക്കാവൂ. ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങളെ വിശ്വസിപ്പിക്കുന്ന വലിയ മനുഷ്യനെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ തന്നെ കണ്ടിട്ട് 3-4 മാസമായി. ആവശ്യമെന്ന് തോന്നുമ്പോ ആവശ്യമുള്ള സമയത്ത് പുള്ളി ഇവിടെ എത്തും. ആവശ്യത്തിന് മാത്രം. ശരി സാറേ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി, അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. ശരി. അപ്പൊ മറ്റേ വേഷം വിളിക്കാം. ഓ, താങ്ക് യു. വാടാ. എടാ, ഈ
ഈ രാഘവൻ സാറില്ലേ, പുള്ളിയെ കണ്ടിരുന്നെങ്കിൽ നമുക്ക് പുള്ളിയുടെ ശിഷ്യന്മാരാവുന്നല്ലോ. എല്ലാരും അവർ കേട്ടോ എന്നെ ചിലപ്പോ. ഹലോ സാറേ, അവർ കാശും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ജോർജ്, നീ ബാങ്ക് എടുത്ത് തിരക്കിനടല്ലേ കാശ് എണ്ണി നോക്കാൻ പറ്റില്ലടാ. ഞാനവിടെ ചെണ്ണാൻ മറന്നുപോയി. ആ മാനേജറുടെ പണിയെന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടു കൊണ്ടടല്ല. 25 കെട്ടുണ്ട് 2000-ന്റെ. ഓ, ഇത്രയും കാശ് നമ്മൾ വിശ്വസിച്ച് അയാളെ സമ്മതിക്കണം അല്ലേ? നമുക്ക് കുറച്ച് ദാഹജലം മേടിക്കണ്ടേ? എന്ത് സംസാരമാണ് സംസാരിക്കണേ? പിന്നെ ദാഹജലമില്ലാതെ എന്തെങ്കിലും ആഘോഷം ഉണ്ടാവും. അത് ശരിയാവില്ല. ഈ കാശ് കൊണ്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കാം, എന്നിട്ട് തിരിച്ചു വരാം. നടക്കണ കാര്യങ്ങൾ വെച്ചാൽ ഇത്രയും കാശൊക്കെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് പുറത്തിറങ്ങുന്ന വെച്ചാൽ നല്ല റിസ്ക്കാ. നമുക്ക് ഇവിടെ നിർത്തണ്ടെങ്കിൽ പോയാലോ? ഫുള്ള് എന്നിട്ട് ടച്ചിങ് സെറ് മേടിക്കളേ. എടാ, ഒരു കോഴിക്കാലാണ് മേടിക്കണം. എടാ, കോഴിയും കഴിക്കാം, വെള്ളം അടിക്കാം. നമ്മൾ സിനിമക്കാരെ അല്ലേ? ഞാൻ പിച്ച വെച്ച വാർഗൽക്കുമപ്പുറം പിച്ച പിച്ച കുട്ടിയായി വാ. വായിക്കോട്ടെടാ. എടാ, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബുധൻ ഗുരുവിനെ നോക്കി നിൽക്കുന്നതിനാൽ ചില ദോഷവശങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ജന്മരാശി കേതുവിലായതിനാൽ നല്ല കാര്യങ്ങൾ നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. എന്റെ മഹാകണി ചേട്ടാ, ഇതുവല്ല നടക്കുമോ? മഹാകെണിയല്ല, മഹാകണി. എന്റെ പൊന്നേട്ട് നല്ല പരിഹാരം ഉണ്ടാവും. പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ചിക്കൻ. ചിക്കനോ? ആ, കോഴിബലി. അതായത് ശിവേലിക്കല്ലിൽ 11 കോഴികളെ ബലി കഴിക്കണം. പിന്നെ വേറെ ചില ചെലവുകളും ഉണ്ട് കേട്ടോ. എന്റെ പൊന്നേട്ട 11 കോഴി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടെ പുതിയൊരു പൗൾട്രി ഫാം തുടങ്ങി ഉദ്ഘാടനം ചെയ്തേ. അത് കൊള്ളാം. എന്റെ പൊന്നേട്ട് ഞങ്ങൾക്ക് ഒരു പ്രൊഡ്യൂസർ വേണം. അതിനാണ് ഇവിടെ വന്നത്. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ചെയ്യാം, പക്ഷെ കുറച്ച് ചെലവുണ്ട്. എത്ര ചെലവുണ്ടാവും? ഒരു 1.5 ലക്ഷം രൂപ ചെലവാകും. 1.5 ലക്ഷം രൂപ? ഈ 1.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിലേ ഞങ്ങൾ മാരിയറ്റ് ഹോട്ടലിൽ റൂമും എടുത്ത് 3 സ്ക്രിപ്റ്റ് എഴുതി പ്രൊഡ്യൂസറെ കൊടുത്തിട്ട് ബാക്കി വരണ പൈസക്ക് 2 ആൽബവും മൻരാജിനെ വെച്ച് ഒരു സൂപ്പർ ഭക്തിയാണ് ഇറക്കിയത് ഞങ്ങൾ. എന്നാ പിന്നെ നിനക്ക് അതങ്ങ് ചെയ്താൽ പോരാ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത്. ഒരു കാര്യം ചെയ്യാം, വേറൊരു പണി പറയാം. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പ്രൊഡ്യൂസറെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പേരും നാളും ഒക്കെ എൻ്റെ അടുത്ത് എഴുതി തന്നാൽ ഞാൻ ഇവിടെ ഇരുന്ന് ചില പൊടിക്കൈകളൊക്കെ ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസറുടെ മനസ്സ് മാറ്റി നിങ്ങൾക്ക് സെറ്റാക്കി തരും. പൊളിച്ച്. അങ്ങനെ എങ്ങാനും ഞങ്ങൾക്ക് പ്രൊഡ്യൂസറിനെ കിട്ടിയ എന്റെ പൊന്നു ചേട്ടാ, പിന്നെ ഞങ്ങളുടെ കമ്പനി ചോദിച്ചു ചേട്ടനാ. അതെനിക്ക് സൂചിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ദക്ഷിണ ദേ ഈ ലാപ്പിന്റെ അടിയിൽ വെച്ചോളൂ. കാശ് ഞാൻ കൈകൊണ്ട് തൊടാറില്ല. അടിയിൽ വെച്ചു എടുത്തു വെച്ചു. കണക്കൊന്നും നോക്കട്ടെ, കാശ് വെച്ചു. ശരി, അപ്പൊ ഇറങ്ങട്ടെ ചേട്ടാ. ശരി ചേട്ടാ. അപ്പൊ ഓക്കെ, ആയുഷ്മാൻ ഭവ. അടിച്ചു പൊളിച്ചു പോവാ. സിനിമയൊക്കെ തുടങ്ങുമ്പോൾ നമ്മളെ കൂടി കാണുമോ ഒരു റോള്? റോള് തരാൻ ചേട്ടാ. ചേട്ടാ ഉരുട്ടിക്കൊണ്ട് കിടക്കണം, ഞങ്ങള് തന്നെ ഉരുണ്ടോണ്ട്. ഒരു പൈന്റിനുള്ളതുണ്ടാവണേ. 5 രൂപയോ? വൃത്തികെട്ടവന്മാര്, ശവങ്ങള്.